ന്യൂക്ലിയസ് മാളിൽ കാണാൻ വന്നപ്പോഴാണ് ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഇവരൊക്കെ ഭയങ്കര സന്തോഷ് വർക്കിയാണെങ്കിലും അലൻ ജോസ് പെരേരയാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഒക്കെ സ്ഥിരം എല്ലാ പടങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ റിവ്യൂ പറയുന്നതാണ്. എന്നുവെച്ചാൽ കറക്റ്റ് ജെന്യൂനായിട്ട് ആണ് പറയുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവരോട് ഞാൻ ചലഞ്ച് ചെയ്തു ഇന്ന് കാണാനിരുന്നപ്പോഴത്തേക്ക്, ഇതിൻ്റെ ക്ലൈമാക്സ് വിന്നർ ആരായിരിക്കും 25 ലക്ഷം രൂപയുടെ എന്ന് പറയാമെന്ന് ചോദിച്ചു. സോ വിഷ്ണു പെരേരയൊക്കെ ചാടി വീണു, ഓരോന്നൊക്കെ പറഞ്ഞു. പക്ഷേ പലതിനും ട്വിസ്റ്റ് ചെയ്തു പോയി. ഫസ്റ്റ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ശരിയായില്ല, രണ്ടാമത് പറഞ്ഞ ആളും ഇടയ്ക്ക് വീണു. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് അവസാനം വിഷ്ണു പറഞ്ഞത് ഏറ്റവും ലാസ്റ്റിൽ ഫസ്റ്റായി. ഇപ്പം ഞാൻ ചുമ്മായെങ്കിലും പറഞ്ഞിരുന്നു, ഇവർ പറയില്ല. കാരണം ഇന്നുവരെ ഒരു ഫിലിമിലും ഇറങ്ങാത്ത ട്വിസ്റ്റുകളും ക്ലൈമാക്സുമാണ് ഇതിനകത്ത് വെച്ചിരുന്നത്. സന്തോഷ് സാക്ഷിയായി ജഡ്ജിയായിട്ട് നിന്നു, സന്തോഷ് വർക്കി. സന്തോഷ് എപ്പോഴും അങ്ങനെയാണല്ലോ, ജഡ്ജി പൊസിഷനിലാണ്. അപ്പോൾ എന്തായാലും വിഷ്ണുവിന് ഞാൻ ഇവിടെ 25 ലക്ഷം രൂപയാണ് ഞാൻ. പക്ഷേ ക്ലൈമാക്സ് ഏതെങ്കിലും രീതിയിൽ ഒന്ന് പറയാമെങ്കിൽ 500 രൂപ ഗിഫ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തായാലും വിഷ്ണു അത്ര പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരുള്ളതല്ലേ, വിഷ്ണുവിന് സന്തോഷിനെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കുന്നു. കാരണം സന്തോഷാണ് ജഡ്ജി. സന്തോഷ്, ഇത് സന്തോഷിൻ്റെ സാന്നിധ്യത്തിൽ വിഷ്ണുവിന് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത്. ഏതായാലും വളരെ നന്ദി രജിത് സാറിൻ്റെ, സന്തോഷേട്ടൻ്റെത് എനിക്കിത് മേടിക്കാൻ പറ്റിയതിൽ വളരെ നന്ദിയുണ്ട്. കാരണം ഇപ്പം 100 കണക്കിന് ആൾക്കാരെ കാണുകയില്ലയോ. ഇപ്പോൾ കൗരവന്മാർ 100 കണക്കിനുള്ളതാണ് കാര്യമില്ല, 5 പാണ്ഡവന്മാരുണ്ടാകുക എന്നുള്ള രീതിയിലാണ്. അപ്പം നല്ല റിവ്യൂവേഴ്സും ഒരുപാട് സിനിമകൾ റിവ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഇവരെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾക്ക് കുറവുകളുണ്ട്. ഈ സിനിമയ്ക്ക് സൂപ്പർ ജിന്നി എന്ന് പറയുന്ന സിനിമയ്ക്ക് കുറവുകളുണ്ട്. കുറവെന്ന് പറയുന്നത് ഇതിന് പ്രൊമോഷൻ വൈസ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള സാമ്പത്തിക പരിമിതി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒരു ഫാസ്റ്റ് മൂവിങ്ങും അതുപോലെ തന്നെ ആക്ഷനും വെട്ടിക്കീറലും ഇതിൻ്റെ ഒരു ട്രെൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നല്ല മൂല്യങ്ങളടങ്ങിയ ലഹരി മാഫിയയ്ക്കും മറ്റ് പല പല പ്രശ്നങ്ങൾക്കും ഇടയിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ ആ ഒരു ക്ലാസ് ഫിലിമാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ക്യാരക്ടറാണ് അത്. ആ ക്യാരക്ടറിനോട് എനിക്ക് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്ത് പറയുന്നത്? താങ്ക് യു, വളരെ സന്തോഷം. അതെ 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 അല്ലേ വന്ന യഥാർത്ഥത്തിൽ എനിക്ക് കുറേ സിനിമകൾ എൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ടാവും, ഇനി കുറേ എണ്ണം വരാനുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. അപ്പോൾ ആ ക്യാരക്ടറിനോട് ഞാൻ ത്രൂ ഔട്ട് നീതി പുലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇടിക്കണമെന്ന് തോന്നുന്നു. ആദ്യം നമ്മള് സ്നേഹിക്കാൻ തോന്നി, പിന്നെ രണ്ടെണ്ണം പക്ഷെ നീ പറഞ്ഞതിന് വിഷ്ണു ഇത്ര ഇടുവിട്ടായിട്ട് പറയാം. എനിക്ക് ആദ്യമായിട്ടോ എനിക്കൊരു സമ്മാനം കിട്ടാൻ, എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തോടെ എനിക്കൊന്നും കിട്ടാറില്ല. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഫസ്റ്റ് ഗിഫ്റ്റാണ് അത്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന മലയാളികൾ സ്നേഹിക്കുന്ന നമ്മുടെ രജിത് ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. വിഷ്ണുവായിട്ട് അങ്ങനെ കമ്പനിയൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ ഇവരോടെല്ലാം കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് പറഞ്ഞ് ഓക്കെ ഇടി ശരിക്കും കൊണ്ടുവന്നു. ഇടി കിട്ടുന്ന സീൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നന്നായി കിട്ടി. ശകുന്തളയില്ലേ നമ്മുടെ ശകുന്തള തെങ്ങിക്കൊണ്ടിരിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടി, എല്ലായിടത്തുനിന്നും കിട്ടി. പക്ഷെ പടം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും സിനിമാ പ്രവർത്തകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. നല്ല സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? ലൊക്കേഷനൊക്കെ നന്നായിരുന്നു. കാരണം ഒരുപാട് ഉണ്ട ഉണ്ടായിരുന്നു, ചെറിയ യഥാർത്ഥത്തിൽ ഇത് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും കാണേണ്ട ഒരു നല്ല ഒരു മെസ്സേജ്, ഒരുപാട് മെസ്സേജുകളുള്ള. കാരണം വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പോയത്, ലാഗൊന്നുമില്ല, പല പല വഴി പെട്ടെന്ന് പോയി. അപ്പോൾ ഇത് ടാക്സ് എക്സംഷൻ കൊടുത്തുകൊണ്ട് എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും കാണിക്കണമെന്ന സന്തോഷ് വർക്കി പറഞ്ഞത് 100% സത്യമാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും പറയാനുള്ള നിവൃത്തിയില്ല, നിങ്ങളെപ്പോലെയുള്ളവർക്കാണ് പറയാൻ കഴിയുന്നത്. ലൊക്കേഷനിലൊക്കെ ഗംഭീര. മീനാക്ഷി നല്ല കുട്ടിയാണ്, നല്ല പെർഫോമറാണ്. അതെ അതെ, മീനാക്ഷി വളരെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ പിച്ച വെച്ച് കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് വിവാദങ്ങളൊന്നും പെടുന്നില്ലേ? ഇല്ല. അതെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ എന്ന് പറയുന്നത് വലിയ ഡയറക്ടർമാരുടെയും വലിയ ആർട്ടിസ്റ്റുകളുടെയൊക്കെ മുമ്പിലെത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ അവസരങ്ങളുള്ളൂ. അപ്പം നമ്മുടെ ഉള്ളിൽ കലാകാരനുണ്ട്, കുറേ വർഷം നമ്മൾ വേറെ ലെവലിലായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം അത് എടുത്തു തുടങ്ങി. എന്തായാലും ഈ സിനിമ കാണാൻ വരാനും അത് കണ്ടിട്ട് സത്യസന്ധമായി നിങ്ങൾക്ക് റിവ്യൂ പറയാനും ഒക്കെ മനസ്സ് കാണിച്ചതിന് നിങ്ങളോട് സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി, ഞങ്ങളുടെ സൂപ്പർ ജിംനി ഡയറക്ടർ പ്രൊഡ്യൂസർ ആ ടീമിനൊക്കെ വേണ്ടി ഞാൻ സന്തോഷ് വർക്കിയോടും അലൻ ജോസിനോടും വിഷ്ണുവോടൊക്കെ നന്ദി പറയുന്നു. താങ്ക്സ് അലോട്ട്. നിങ്ങൾ എല്ലാവരും കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഫാമിലിയായിട്ട് സ്കൂളുകളിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക.
കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രൊമോഷൻ്റെ ഒരു കുറവുണ്ട്. കൂടാതെ 6 സിനിമകൾ റിലീസ് ചെയ്തതുകൊണ്ട് തിയേറ്ററിൽ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായി. ഇതിൽ ഒരുപാട് പണ്ടത്തെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, കലാഭവൻ നാരായണൻകുട്ടി. അതെ, അത് അവർ ചെയ്തതാണ്. കാരണം ചേട്ടനൊക്കെ ഗംഭീരമായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. നല്ല ജയകൃഷ്ണൻ ജയകൃഷ്ണൻ ചേട്ടൻ ക്ലാസ് അല്ലേ, ടോപ്പ്. ജയകൃഷ്ണൻ ചേട്ടനെ അദ്ദേഹം എന്നെ ഇങ്ങനെ പൊക്കി അങ്ങ് എടുക്കുകയായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ വെയിറ്റിലേക്ക്. ഇതിപ്പോൾ ആലപ്പുഴയിലില്ല, എറണാകുളം സിറ്റിയിലില്ല, തൃശ്ശൂരില്ല, പാലക്കാടില്ല, കോഴിക്കോട് ടൗണില്ല, പലയിടത്ത്. കാരണം നമുക്ക് തിയേറ്റർ കിട്ടാൻ നിവർത്തിയില്ല. എന്നാലും നല്ലൊരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.